കരിയർ ടോക്ക് വിത്ത് അവോധ ശാരിക. ഉം. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം ശാരിക? വിശേഷം എന്താ ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഏതായിരുന്നു അവോധ ചെയ്തിരുന്ന കോഴ്സ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സൊക്കെ? നല്ലതായിരുന്നു. ഓഫ്ലൈൻ ആയിരുന്നോ അതോ ഓൺലൈൻ ആയിരുന്നോ ചെയ്തിരുന്നേ? ഓഫ്ലൈൻ ആയിരുന്നു. ഓഫ്ലൈൻ ആയിരുന്നു. ഓക്കെ ശാരിക. ഓക്കെ, ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാണോ ശാരിക? ഓക്കെ. എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? കൊട്ടാരക്കര കൊട്ടാരക്കര. കൊട്ടാരക്കരയാണ്. ഓക്കെ, അപ്പൊ സ്ഥലം എവിടെയായിരുന്നു ആ, ശാരികയുടെ? കൊട്ടാരക്കര ഉടനാട്ടം തന്നെ അടുത്ത് തന്നെ കിട്ടിയേക്കുന്നത്. അപ്പൊ അടുത്ത് തന്നെയാ കിട്ടിയേക്കുന്നത്. അപ്പൊ പോകാനും ഒക്കെ ഈസി ആണല്ലേ? അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ? ഫ്ലെക്സിബിൾ ആണോ? നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമാണോ കിട്ടിയിരിക്കുന്നത്? അതെ, രാവിലെ 8 തൊട്ട് വൈകുന്നേരം 5 മണി വരെ കുഴപ്പമില്ല. ഓക്കെ, ഷിഫ്റ്റ് ചേഞ്ച് അങ്ങനൊന്നും ഇല്ല? ഇല്ല ഇല്ല ഇല്ല. സൺഡേ മാത്രമേ ലീവുള്ളൂ. അത്രേ മാത്രമല്ലേ? ഓക്കെ ശാരിക. എങ്ങനെയാണ് വർക്കുകളൊക്കെ പഠിച്ചു തുടങ്ങിയോ? മൺഡേ ജോയിൻ ചെയ്യാൻ പോന്നേ ഉള്ളൂ. ഫസ്റ്റ് പോകുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ ശാരിക. ആ, ഓക്കെ. കൊല്ലത്തായിരുന്നോ ചെയ്തിരുന്നേ ഓഫ്ലൈൻ കോഴ്സ് ചെയ്തിരുന്നത്? തിരുവനന്തപുരം. ട്രിവാൻഡ്രത്ത്. ഓക്കെ ഓക്കെ ശാരിക. ഓ, എങ്ങനെയായിരുന്നു അവോധയെ കുറിച്ച് അറിഞ്ഞത്? അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടെ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഉം, 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 ഉം. അങ്ങനെ ഞാനിങ്ങനെ ഓക്കെ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞ് ആ, ഒരു ഫ്രണ്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഓക്കെ. കുട്ടി നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ ഓക്കെ ശരി. ജാബ് സെക്ഷൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ജാബ് സെക്ഷൻ എന്ന് പറഞ്ഞു ഓ, കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇന്റർവ്യൂവിന് ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ജോബിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ 5 വർഷം വരെ ജാബ് അറ്റൻഡ് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഓക്കെ ശാരിക. അപ്പോ ഇതിനു മുമ്പ് എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഐ മീൻ ഇപ്പൊ +2 ആണോ ഞാൻ ഡിഗ്രി? ഡിഗ്രി. ഡിഗ്രി ആയിരുന്നു. ഓക്കെ ശാരിക. ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ? അതൊക്കെ മാം തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു അവിടെ. ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി അല്ലേ? ഓ അതെ. ആ, ഓക്കെ ശാരിക. അതുപോലെ അറിയാലോ നമുക്ക് ഇവിടെ എല്ലാ കോഴ്സുകളും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ആദ്യം എന്തായിരുന്നു തോന്നിയത്? ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് തോന്നിയത്? ജോയിൻ ചെയ്ത് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വന്നപ്പം എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിന്ന് മാം ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു അല്ലേ? ഫുൾ സപ്പോർട്ടായിരുന്നു. ആ, ഓക്കെ ഓക്കെ ശാരിക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അവോധ ഒരു 40-ൽ പരം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പല ഭാഷകളിലായിട്ടാണ്. അപ്പോ റിവ്യൂസ് ഒക്കെ കണ്ട് നിങ്ങളെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടാണെങ്കിലും ഇപ്പോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് ശാരികയ്ക്ക് അവോധയെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങക്ക് ഇതിന് അവിടെ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ പൊക്കോ. ഒരിക്കലും വേണ്ടാന്ന് വിചാരിച്ച് നിക്കേണ്ട കാര്യമില്ല. ചെന്ന് കഴിഞ്ഞാൽ അവര് നോക്കിക്കോളും ബാക്കി. ഓക്കെ ഓക്കെ ശാരിക. ഓക്കെ, എന്തായാലും ശാരികയുടെ ഒരു വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി.